ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്റെ മക്കളിൽ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുവാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തി. പ്രഭു, ഈ ഉള്ളവൾക്ക് ഇതിൽ പരം എന്ത് സന്തോഷമാണുള്ളത്? ഞാനിതാ പ്രണമിക്കുന്നു. മകനെ സോളമ, മകനെ, ഈ അമ്മയ്ക്ക് സന്തോഷമായി. എനിക്ക് തൃപ്തിയായി. മകനെ സോളമ, എല്ലാ മർത്തിന്റെയും അവസാനം എന്നതുപോലെ ഞാനും മരണത്തിലേക്ക് അടുക്കുകയാണ്. നീ എപ്പോഴും ധീരനായിരിക്കണം, പൗരുഷത്തോടുകൂടെ പെരുമാറണം. നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുമ്പിൽ വിശ്വസ്തരാകുകയും വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. നമ്മുടെ ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം എന്നും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മകനെ, നീ എന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായാലും മകനെ, ഈ അമ്മയ്ക്ക് സന്തോഷമായി. സോളമ, നീ ഐശ്വര്യസമ്പൂർണമായ ഒരു ഭരണത്തിലൂടെ ജനതകൾക്ക് നേർവഴി കാട്ടി ഇസ്രായേലിനെ അതിന്റെ മഹത്വത്തിന്റെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണം. എന്റെയും പിതാവായ ദൈവത്തിന്റെ ഈ അനുഗ്രഹം എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. നമ്മുടെ രാജ്യത്ത് എല്ലാ പ്രജകളും സന്തുഷ്ടരായിരിക്കണം. എന്റെ പിതാവായ ദാവീദിന്റെയും ദൈവമായ കർത്താവിന്റെയും കൽപ്പനകൾ ഞാൻ പാലിക്കും. പ്രഭു, അങ്ങയുടെ സഹോദരൻ അദോനിയ അങ്ങയ്ക്കെതിരായി സംഘം ചേരുകയും രാജ്യത്ത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയുമാണ്. കൂടാതെ അങ്ങയുടെ പിതാവിന്റെ പരിചാരികയായിരുന്ന ശൂനാംകാരി അഭിഷാകിന് അയാൾക്ക് ഭാര്യയായി കൊടുക്കണമെന്ന് അങ്ങയുടെ മാതാവിനോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം പുരോഹിതനായ അഭ്യാസനാണ് കൂട്ടി നിൽക്കുന്നത്. അദോനിയായി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. കർത്താവിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു, അദോനിയായെയും അവൻ ഒത്താശ ചെയ്യുന്ന യോബാബിനെയും വധിക്കാൻ നാം ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവ്. സോളമൻ രാജാവ് നീളാൽ വാഴട്ടെ. അവിടുന്ന് ആളയച്ചത് മുഖാന്തരമാണ് അടിയൻ എത്തിയത്. ഓഹോ, നാം എന്തിനാണ് നിന്നെ വരുത്തിയതെന്ന് നിനക്കറിയാമോ? ഇല്ല പ്രഭു, അടിയൻ ഒന്നും അറിയില്ല. എങ്കിൽ നീ അറിയണം, എന്റെ സഹോദരനായ അദോനിയായോടും യോബാബിനോടും കൂടെ ചേർന്ന് എനിക്കെതിരെ നീ പ്രവർത്തിച്ചു. അതിന് നിനക്ക് ഞാൻ മാപ്പ് നൽകി. ജെറുസലേമിൽ ഒരു വീട് വെച്ച് അവിടെ പാർത്തുകൊള്ളാൻ നിന്നോട് ഞാൻ കൽപ്പിച്ചു.
അവിടം വിട്ടു പോകരുതെന്നും കെത്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കുമെന്നും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. മാപ്പാക്കണം പ്രഭു, മാപ്പാക്കണം. എന്റെ അടിമകളിൽ 2 പേർ ഗത്തിലേക്ക് കടന്നു കളഞ്ഞു. അവരെ അന്വേഷിച്ച് ഗത്തിൽ ചെന്നപ്പോൾ അവർ രാജാവായ അക്കീഷിന്റെ അടുക്കൽ ഉണ്ടെന്ന് കേട്ട് മടക്കിക്കൊണ്ടുവന്നു. രാജകൽപ്പനയ്ക്ക് നീ തെല്ലും വില കൽപ്പിച്ചില്ല അല്ലേ? നീ ഭൂമിയിൽ ദീർഘായുസ്സോടുകൂടി ജീവിച്ചിരിക്കാൻ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന കൽപ്പന പാലിച്ചവനാണ് ഞാൻ. അതിനാൽ മരണത്തെ ഞാൻ തെല്ലും ഭയക്കുന്നില്ല. എന്റെ പിതാവായ ദാവീദിനോട് നീ ചെയ്ത തിന്മകൾ പുറത്തുവനാണ് ഞാൻ. ഇപ്പോൾ നീ വീണ്ടും എന്റെ കൽപ്പനകൾ ലംഘിച്ചു. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ മരണമാണ്. പ്രഭു, മാപ്പാക്കണം പ്രഭു, എന്നെ കൊല്ലരുത്. മാപ്പാക്കണം, മാപ്പാക്കണം പ്രഭു, മാപ്പാക്കണം. ധീരന് ഒരിക്കലേ മരണമുള്ളൂ. പേരുവിനാണെങ്കിൽ അത് പലവട്ടം. ആരെവിടെ? എന്നെയും എന്റെ പിതാവിനെയും ധിക്കരിച്ച ഈ അഹങ്കാരിയെ ജെറൂസലേം നിവാസികൾ കൺകെ നമ്മുടെ കുതിരപ്പടയുടെ കാലിൽ കെട്ടി വധിക്കാൻ നാം ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവ്. അയ്യോ, എന്നെ കൊല്ലല്ലേ പ്രഭു, എന്നെ കൊല്ലല്ലേ, കൊല്ലല്ലേ. സോളമൻ, നീ ആരാണ്? നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. നിനക്കെന്തു വേണമെന്ന് ചോദിച്ചു. എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് നീതിബോധത്തോടും വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു. അതിന് അങ്ങ് അതിയായ സ്നേഹം അവരോട് പ്രകടിപ്പിച്ചു. അങ്ങ് തെരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു ജനത്തിന്റെ നടുവിലാണ് ഞാൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ഈ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ എളിയ ദാസന് നൽകിയാലും. നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരും. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി നിനക്ക് ഞാൻ തരും. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വം മറ്റൊരു രാജാവിനുമില്ലാത്ത നിനക്കുണ്ടാവും. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എന്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ദീർഘായുസ്സ് നൽകും. ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ 2 സ്ത്രീകൾ ഒരു കുട്ടിയുമായി വന്നിരിക്കുന്നു. കയറി വരാൻ പറയൂ. കടന്നു വരൂ. എന്താണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? പ്രഭു, ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. 3 ദിവസം കഴിഞ്ഞ്
ഇവളും ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. രാത്രി ഉറക്കത്തിൽ ഇവൾ തന്റെ കുട്ടിയുടെ മേൽ കിടക്കാനിടയായി. കുട്ടി മരിച്ചുപോയി. അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവൾ എന്റെ കുഞ്ഞിനെ എടുത്ത് ഇവളുടെ മാറിടത്തിൽ കിടത്തി. പകരം മരിച്ച കുഞ്ഞിനെ എന്റെ മാറിടത്തിലും കിടത്തി. ഞാൻ ഉണർന്ന് കുഞ്ഞിനെ മുലയൂട്ടാൻ നോക്കിയപ്പോൾ കുഞ്ഞ് മരിച്ചതായി കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതെന്റെ കുഞ്ഞല്ലെന്ന് മനസ്സിലായി. അങ്ങനെയല്ല യജമാനനെ, ജീവനുള്ള ഈ കുട്ടി എന്റേതാണ്. മരിച്ചത് ഇവളുടെ കുട്ടിയാണ്. അല്ല, മരിച്ച കുട്ടിയാണ് നിന്റേത്. ഇതെന്റെ കുട്ടിയാണ്. എന്റെ കുട്ടി എങ്ങ് തരൂ. അല്ല, ഇതെന്റെ കുട്ടിയാണ്. ഇവനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. അല്ല അല്ല, ഇവൻ എന്റെ കുട്ടിയാണ്. അല്ല അല്ല, ഇവൻ എന്റെ കുട്ടിയാണ്. അല്ല, ഇവൻ എന്റെ കുട്ടിയാ. പ്രഭു, അങ്ങ് ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചു തരണം. ഇതെന്റെ കുട്ടിയാണ്. ഇത് വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ. ഒരു കുട്ടിക്ക് വേണ്ടി രണ്ടമ്മമാർ അവകാശം ഉന്നയിക്കും. വിചിത്രം തന്നെ. ബെനായ, ആ കുട്ടിയെ രണ്ടായി പകുത്ത് രണ്ടുപേർക്കുമായി കൊടുക്കുക. ഉത്തരം. അയ്യോ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. എനിക്ക് അവനെ വേണ്ട. ഇവൾക്ക് കൊടുത്തേക്കും. എന്റെ കുഞ്ഞ് ജീവനോടെ ഇരുന്നാ മതി. കുട്ടിയെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട. വിഭജിച്ചോളൂ. ബെനായ, കുട്ടിയെ വധിക്കേണ്ടതില്ല. കുട്ടിയെ ഈ നിൽക്കുന്ന സ്ത്രീക്ക് കൊടുക്കൂ. എന്റെ പൊന്നു മോനെ, നമ്മുടെ മുൻപിൽ അസത്യം പുലമ്പിയ ഈ അഭിസാരികയെ ഇസ്രയേലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവാൻ നാം ഉത്തരവിട്ടിരിക്കുന്നു. അയ്യോ, എന്നെ കൊല്ലല്ലേ. എന്നോട് കരുണ കാട്ടണേ പ്രഭു. ഇസ്രയേലിന്റെ ദൈവം, സർവശക്തനായ ദൈവം, അബ്രഹാമിന്റെ ദൈവം, സർവശക്തനായ ദൈവം, യാക്കോവിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം. സ്നേഹിത, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ജെറുസലേം ദേവാലയത്തിൽ നിന്നുമാണ് വരുന്നത്. ജെറുസലേം ദേവാലയത്തിൽ നിന്നോ? അതെ, മനോഹരമായ ആ ദേവാലയം കാണാൻ എനിക്ക് ദൈവം കാഴ്ച തന്നില്ല. എങ്കിലും എൻ്റെ ആ കണ്ണുകൊണ്ട് ഞാൻ ആ ദേവാലയം കാണുന്നു. അത് നിർമ്മിച്ച രാജാവ് എത്രയോ മഹാനാണ്. ശരിയാണ്. ദൈവത്തിന്റെ അളവറ്റ കൃപയുടെ വിളനിലമാണ് സോളമൻ. ഞാൻ കൊട്ടാരത്തിൽ ചെല്ലും. എനിക്ക് സോളമൻ രാജാവിനെ ഒന്ന് മുഖം കാണിക്കണം. എന്തിനാണ് നീ അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന് എൻ്റെ നന്ദി അറിയിക്കാൻ. ഞാൻ ഇസ്രയേലിൻ്റെ പുറത്തുള്ള ഒരു അന്തയാചകനായിരുന്നു. എന്നാൽ ദേവാലയ സമർപ്പണത്തിലും ഭിക്ഷയ്ക്കെത്തിയ ഞാൻ പിന്നീട് തിരിച്ചു പോയില്ല. ഭിക്ഷ എടുത്തതുമില്ല. ഞാനിന്ന് സുഭിക്ഷമായി ദേവാലയ അങ്കണത്തിൽ കഴിയുന്നു. എല്ലാവരും എത്ര സന്തോഷവാന്മാരായി ദൈവത്തെ സ്തുതിച്ചു പാടുന്നു. ആർക്കും പരാതിയില്ല, പരിഭവമില്ല. ഒരന്ധനായി ജനിച്ചിട്ടും ആരെയും പഴിക്കാതെ
ദൈവത്തെയും സോളമനെയും പ്രകീർത്തിക്കുവാൻ നീ കാണിച്ച ഈ മനസ്സിന് ദൈവം ഇന്നു മുതൽ നിന്നെ കാഴ്ചയുള്ളവനായി വഴി നടത്തും. പ്രഭു, എന്തൊരു അത്ഭുതം! എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എല്ലാവരെയും കാണാം. എനിക്കെല്ലാം കാണാൻ കഴിയുന്നു. അങ്ങ് ആരാണ്? ആരാണങ്ങ്? അങ്ങാരാ? ദൈവത്താൽ അയക്കപ്പെട്ട നാഥാൻ പ്രവാചകനാണ് ഞാൻ. യഹോവയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ ഷേബ രാജ്യത്തെ രാജ്ഞി സർവാഡംബര വിഭൂഷിതയായി സൈന്യസമേതം എത്തിയിരിക്കുന്നു. എന്ത്? ഷേബാരാജ്ഞിയോ? നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. അതെ പ്രഭു, ഇസ്രായേൽ ജനം ഒന്നാകെ അമ്പരന്നിരിക്കുന്നു. ഷേബാരാജ്ഞിയോട് നമ്മെ മുഖം കാണിക്കാൻ നാം ഉത്തരവിട്ടിരിക്കും. ഉത്തരവ്? ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഖ്യാതി നേടിയ ചക്രവർത്തി സോളമന് ഈ ഉള്ളവളുടെ പ്രണാമം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഖ്യാതി നേടിയ ചക്രവർത്തി ഷേബാരാജ്ഞിക്ക് നമ്മുടെ സ്വാഗതം. മുൻപേ ധരിപ്പിക്കാതുള്ള ഈ ആഗമനത്തിന്റെ ഉദ്ദേശം തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്കിൽ കേട്ടോളൂ. ലോകത്തിലെ ചക്രവർത്തിമാരും വിദൂഷകരും ഒന്നടങ്കം നമ്മയും നമ്മുടെ രാജ്യത്തെയും പുകഴ്ത്തുമ്പോൾ അതിലും മേന്മയായി മറ്റൊരു രാജ്യത്തെ ഒരു കൂട്ടം നാം അറിയാതെ പുകഴ്ത്തിപ്പാടുന്നു. ഇത്രമാത്രം പുകഴ്പറ്റൊരു രാജാവിനെ നേരിൽ കാണണമെന്ന് തോന്നുന്നതിൽ എന്താണ് അത്ഭുതം? ഷേബാരാജ്ഞിയുടെ സൗന്ദര്യത്തെയും അതിലുപരി ബുദ്ധിവൈഭവത്തെയും കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഈ സൗന്ദര്യധാമത്തിന്റെ മുൻപിൽ നാം പോലും പകച്ചു നിൽക്കുന്നു. മഹാരാജാവേ, പുറമേയുള്ള സൗന്ദര്യമോ ആന്തരികമായ സൗന്ദര്യമോ ഏതാണ് കേമം? രണ്ടും കൂടി ചേരുമ്പോൾ ബഹുകേമം. പ്രഭു, ബുദ്ധിമാനായ അങ്ങ് ആകാശവിധാനത്തെ നക്ഷത്രങ്ങളുടെ എണ്ണത്തെപ്പറ്റി എന്തു പറയുന്നു? 87,11,61,118. കൃത്യം. എണ്ണി തിട്ടപ്പെടുത്തിക്കൊള്ളു. യഹോവയുടെ കാരുണ്യപാത്രമായ അങ്ങ് യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണിതു, അതും ലോകോത്തരമായത്. അതിനുമപ്പുറം? നിർത്തു. എന്റെയും നിന്റെയും കർത്താവായ ദൈവം എന്നെന്നും മഹത്വമുള്ളവനാണ്. ആ ദൈവത്തിന്റെ ഹിതമാണ് ഞാൻ അനുദിനം നിറവേറ്റുന്നത്. എന്റെ രാജ്യത്തിന്റെ സുസ്ഥിരതയുടെ നിധാനം എന്റെ ദൈവമായ കർത്താവിന്റെ അനുഗ്രഹമാണ്. അങ്ങയുടെ ദൈവം അങ്ങയുടെ ആലയത്തിൽ വസിക്കുമോ? അവിടുത്തെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്രയോ അപര്യാപ്തം. പ്രഭു, പാപിയായി മനുഷ്യനെ കുറിച്ച് അങ്ങ് എന്തു പറയുന്നു? പാപം മനുഷ്യ സഹജമാണ്. എന്നാൽ പശ്ചാത്താപം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഒരു പാപി പശ്ചാത്തപിക്കുമ്പോൾ അവന്റെ പാപം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ക്ഷമിക്കും. പാപത്തിൽ വസിക്കുന്നവൻ നാശത്തിന്റെ ഫലം അനുഭവിക്കും. ടയറിലെ രാജാവായ ഹീരാം അങ്ങയ്ക്ക് വേണ്ടി ദേവദാരു മരങ്ങളും സരളമരങ്ങളും യഥേഷ്ടം എത്തിച്ചു തന്നതായി നാം അറിയുന്നു. ഹീരാമുമായി അങ്ങയുടെ ബന്ധം? ചുരുക്കി പറഞ്ഞാൽ പിതാവിന്റെ സ്നേഹിതൻ മകനും ചങ്ങാതിയാകും. പ്രഭു, ഒരുവൻ പണ്ഡിതനായി ജനിക്കുന്നതാണോ അതോ
കുബേരനായി ജനിക്കുന്നതാണോ? ഏതാണ് അതിൽ ശ്രേഷ്ഠം? ഇത് രണ്ടുമല്ല. ഭാഗ്യവാനായി ജനിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പ്രഭു, അങ്ങ് കോപിക്കില്ലെങ്കിൽ ഒന്നുകൂടി ചോദിച്ചോട്ടെ. അകാരണമായ കോപം കൊണ്ട് ആയുസിന്റെ നീളം ഒരു മുഴമെങ്കിലും കൂട്ടാനാവുമോ? മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് അങ്ങയുടെ നിഗമനം? മോശയുടെ ന്യായപ്രമാണത്തിൽ വാഗ്ദത്തോടുകൂടിയ ഒരേ ഒരു കൽപ്പനയോ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കാൻ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അത് പാലിക്കുന്നവൻ ദീർഘായുസ്സിനുടമയാകും. പ്രഭു, ഈ ഉള്ളവളോട് അങ്ങ് മാപ്പാക്കണം. ദൈവസ്നേഹവും പരസ്നേഹവും ഇത്ര ആഴത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അങ്ങേ പരീക്ഷിക്കാനെത്തി ഈ ഉള്ളവൾക്ക് അങ്ങ് മാപ്പ് നൽകണം. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ മഹാനായ സോളമൻ രാജാവിന്റെ മഹത്വം എന്നും മായാതെ നിൽക്കട്ടെ. ഇനിയും അനേകം മത്സരങ്ങൾ സന്തോഷത്തിൻ്റെതായി ദൈവം അങ്ങേക്ക് നൽകട്ടെ. ഈ ഉള്ളവൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പാരിതോഷികങ്ങൾ അങ്ങ് സ്വീകരിച്ചാലും. ക്ഷേപാരാജ്ഞി, നിങ്ങളുടെ എല്ലാ ആദരവും നാം സ്വീകരിക്കും. നിങ്ങളുടെ ആശംസകൾ എന്റെ ജീവിതത്തിൽ ഫലമണിയട്ടെ. പരമകാരുണ്യവാനായ ദൈവത്തിന്റെ വലതുകരം എന്നും നമ്മോടുകൂടെ ആയിരിക്കട്ടെ. വിലാപ കൊടുങ്കാറ്റ
ജീവൻ നൽകാൻ കാട്ടുവള്ളികൾ പിഴുതുമാറ്റി കുട്ടിയാന വന്നിടുന്നു. ആ കല ചേർന്ന ഗണപതി ഭഗവാൻ വരമേകുന്നു. മക്കൾ കുഞ്ചരങ്ങൾ ഉള്ളിൽ വളഞ്ഞൊരു ബന്ധികൾ ഋതുശാപമേറ്റ അഗ്നിദേവൻ പലവിധമൊളിഞ്ഞു കഴിഞ്ഞിടവേ മുടങ്ങി ദേവർ അഗ്നിയെ തേടി പറഞ്ഞു. ഒരു അരയാലിൽ പഠിച്ചൊരു ദേവനെ ആനകൾ കാട്ടിക്കൊടുത്തു. അഗ്നിയോ കോപത്തെ ബന്ധിതൻ ഉള്ളിൽ വളയട്ടെ എന്തു ശപിച്ചു. മാമലനാടിൻ മഹിമൈ മതഗജങ്ങൾ പ്രകൃതിതൻ പുത്തന്മാരിന്നു. പ്രകൃതിയെ തേടുന്നു. പ്രകൃതി ഹരിതാന സുന്ദര സുരഭിലയാം പ്രകൃതി ഇന്നു മാനവരൻ വികൃതിയിൽ വികലമായി തീർന്നു പ്രകൃതി. സഖ്യന്റെ മകനിന്നു തീരാടുവാൻ ഇളയുടെ ഓളങ്ങളെവിടെ ഒരു വേള ശാന്തമാതളലേകുവാൻ